പൈസാനട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3-4 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകിന്റെ വലിപ്പം അനുസരിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചെടുത്തതാണിത്, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കുന്നുണ്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട്, 1/2 കപ്പ് തേങ്ങാപ്പാല്, 1-ാം പാല് 2-ാം പാലൊന്നും തിരിച്ചിട്ടില്ല. അത്യാവശ്യം വെള്ളം ഒഴിച്ച് തേങ്ങ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് പിഴിഞ്ഞെടുത്ത പാലാണിത്, 1/2 കപ്പ്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായി ചൂടായ ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 20 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ സവാള നന്നായിട്ട് വെന്ത് അവസാനം കറി നല്ല സവാളയും തക്കാളിയും എല്ലാം അതിൻ്റെ കൂടെ നന്നായി ചേർന്ന് വെന്തുടഞ്ഞ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പതിയെ കുക്ക് ചെയ്തെടുക്കുന്നതും പെട്ടെന്ന് സവാള ട്രാൻസ്പെറന്റ് ആയ ശേഷം ബാക്കി സാധനങ്ങൾ ചേർത്ത് കുക്ക് ചെയ്തെടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വളരെ സ്ലോ ആയിട്ടുള്ള കുക്കിംഗാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓരോ 5 മിനിറ്റിനുള്ളിലും സവാള ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഫ്ലെയിം. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് വെന്തുടയുന്നവരെ വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം ചേർത്ത് നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും പെരുംജീരകം പൊടിച്ചതും ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ ഉപ്പും അവസാനം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഈ പൊടികൾ ചേർത്ത് 1-2 മിനിറ്റ് കൂടി അതിന്റെ സ്മെല്ല് പോകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ മസാല വെട്ടി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ നന്നായിട്ട് ചൂടാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ചിക്കൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ടതില്ല. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റി വെച്ച് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക്
നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാലയും അതേപോലെ തന്നെ പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അതിന്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്ത് കൊടുത്തതാണ്. ഈ മസാല ചേർത്ത് 1 മിനിറ്റ് കൂടി നന്നായി ഇളക്കിയ ശേഷം അതിന്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത പൊടികളുടെ പച്ചമണം പോയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് തിളച്ച ശേഷം വീണ്ടും തീ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്ന് 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് തിക്നെസ് എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഒന്ന് വറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി 1 ടീസ്പൂൺ ഉപ്പ് മാരിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്തത് കൊണ്ട് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കറിയുടെ തിക്നെസ്സും അതുപോലെ തന്നെ ചേർക്കുന്ന സ്പൈസിന്റെ എല്ലാം ടേസ്റ്റ് അനുസരിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ആകെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ആകെ ചേർത്തിട്ടുള്ളത്, മാരിനേഷനും ചേർത്ത്. ഈ സമയത്ത് ഇതിന് മേളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി 1 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഇരിക്കുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക. ഇനി നന്നായി ഇളക്കി 1 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം.